ഈ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും 5 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നരകം അവർക്ക് അല്ലാഹു ഹറാമാക്കുമെന്നും സ്വർഗം അവർക്ക് ലഭിക്കുമെന്നും സകല ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്നും ഇതിന്റെ മഹത്വം വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. أن من واظب على قراءة هذين البيتين في كل يوم جمعة സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, ചിലതൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതിനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഒരു നന്മ കേട്ടാൽ അല്ലാഹുവേ അതെങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്ന നിർബന്ധം, ആ ഒരു താല്പര്യം സഹോദരാ സഹോദരി നിന്റെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ ബൈത്തിന്റെ പ്രത്യേകത? ഈ ബൈത്തിന്റെ പ്രത്യേകത ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ വലാ ഖവാ അലാ നാരിൽ ജഹീമി. എന്താ ഈ പറയുന്നത് എന്താ? ഇലാഹി, എന്റെ ഇലാഹായ റബ്ബേ, ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിർദൗസിന് അർഹനല്ലല്ലോ. അതിനാവശ്യമായ ഗുണഗണങ്ങൾ മുഴുവനും എന്നിൽ ഒത്തിണങ്ങിയില്ലല്ലോ. എന്നാലോ ഫിർദൗസിന് അർഹനല്ലെങ്കിലും വലാ ഖവാ അലാ നാരിൽ ജഹീമി, കത്തിജ്വലിക്കുന്ന നരകം സഹിക്കാനാവട്ടെ എനിക്കൊട്ട് കഴിയൂല. ഞാൻ സ്വർഗത്തിന് ഏതായാലും അർഹനല്ല. പിന്നെ നരകായിരിക്കും. അല്ലാഹുവേ, ആ നരകം സഹിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അല്ലാ. അതുകൊണ്ട് എനിക്ക് നിന്നോട് താണുകേണ് തേടാനുള്ളത്. ഫഹബിലി തൗബതൻ, റബ്ബിനോട് തൗബ ചോദിക്കുകയാണ്, ഇലാഹായ റബ്ബിനോട് തേടുകയാണ്. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. ഫഹബിലി തൗബ, നിന്റെ ഔദാര്യമായി എനിക്ക് തൗബ നൽകണേ അല്ലാ. ഫഗ്ഫിർ ദുനൂബി, എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ അല്ലാ. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരാ ഉള്ളത് റബ്ബേ? ഈ സാധു സ്വർഗത്തിന് അർഹനല്ല, നരകനിക്കൊട്ട് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം. ഈ ബൈത്ത് കണ്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല, കാണാതെ ആണെങ്കിലും വേണ്ടിയില്ല, 5 തവണ വെള്ളിയാഴ്ചയിൽ മൻ വാലബ അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈതൈനി, ഈ 2 ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ഒരാൾ പതിവാക്കിയാൽ തവഫാഹുല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്ക്, ഒരു സംശയവും വേണ്ട, ഇസ്ലാമിന്റെ മേലിലായി അല്ലാഹു അവനെ മരിപ്പിക്കും. ഈമാനോടുകൂടെയുള്ള മരണം ലഭിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ആ സ്വഭാവം, ആ ഒരു ഗുണമുള്ളവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ചില മഹാന്മാർ പറഞ്ഞു, അന്നഹാ തഖറഉ 5 മർറാത്തിൻ ബഅദൽ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമാണ് ഓതേണ്ടത്. 5 തവണ ഈ ബൈത്താണ്ട് ചൊല്ലുക. എന്നാൽ ഓരോ ആഴ്ചയിലും നമ്മൾ ശുദ്ധിയുള്ളവരായി മാറിക്കിട്ടും. ഈമാനോടുകൂടെ മരിക്കാൻ അത് കാരണമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. എല്ലാ ദോഷങ്ങളും പൊറുക്കുന്ന റബ്ബേ എനിക്ക് പൊറുത്തു തരണം.
ذنوبي مثل أعداد الرمال فهب لي توبة يا ذا الجلال وعمري ناقص في كل يوم وذنبي زائد كيف احتمالي إلهي عبدك العاصي يتاك مقرا بالذنوب وقد دعاك فإن تغفر فأنت لذاك أهلون فإن تطرد فمن يرجو سواك അല്ലാഹുവേ ദുനൂബി മിസ്ല അഅദാദി ദിമാലി സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ദോഷങ്ങൾ മണൽത്തരികളെ പോലെ അധികരിച്ചിട്ടുണ്ട് എത്രയാണ് എങ്ങനെയാണ് തിട്ടപ്പെടുത്താൻ വയ്യല്ലോ അതുകൊണ്ട് ഫഹബിലി തൗബത്തൻ യാ ദൽ ജലാലി ജലാലായ റബ്ബേ തൗബ തരണേ റബ്ബേ ഇദാ വഉംരി നാഖിസും ഫീ കുല്ലി യൗമി ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നാലോ വദംബി സായിദുൻ കൈഫ ഇഹ്തിമാലി ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിലും ദോഷങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ അല്ലാഹ് അല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മളെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ദോഷങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഈ ക്ലാസ് അതിനൊക്കെ ഒരു രക്ഷക്ക് കാരണമായി കിട്ടണം ദിവസം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് അമലിങ്ങനെ കൂടിക്കൂടി വരണം അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക നമുക്ക് നമ്മുടെ റബ്ബിനോട് മനസ്സറിഞ്ഞു പറയാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഖൈറിലേക്കും അല്ലാഹു നമ്മളെ അടുപ്പിക്കട്ടെ നമുക്ക് ചോദിക്കാൻ ആരേ ഉള്ളൂ അല്ലാഹുവേ ഉള്ളൂ അത് സാമ്പത്തികാണെങ്കിലും അത് ഏത് കാര്യമാണെങ്കിലും മറ്റുള്ളവരോട് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് ദാരിദ്ര്യത്തിന്റെ വാതിലായിരിക്കും തുറന്നു തരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സഹോദര സഹോദരി ശ്രദ്ധിക്കണം എന്താണ് ഈ പറയുന്നതെന്ന് ഗൗരവമായൊന്ന് ചിന്തിക്കണം അല്ലാഹു അല്ലാത്തവരോടുള്ള ചോദ്യം കൊണ്ട് അവരുടെ വെറുപ്പാണ് നേടാൻ കഴിയുന്നത് അതോടൊപ്പം ദാരിദ്ര്യമാണ് കൂടി വരുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീമി إلهي لست للفردوس أخلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أخلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أخلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أخلا ولا أقوى على نار الجحيم
ഫഹ്ബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീമി. ഈ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും 5 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നരകം അവർക്ക് അല്ലാഹു ഹറാമാക്കുമെന്നും സ്വർഗം അവർക്ക് ലഭിക്കുമെന്നും സകല ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്നും ഇതിന്റെ മഹത്വം വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.